Theorem 51. Let sigma from f to f dash be an isomorphism of fields. Let f of x belongs to capital F of x and let f star of x equal to sigma star of f of x be the corresponding polynomial in f dash of x. Let E be a splitting field of f of x over capital F and let E dash be a splitting field of f star of x over capital F dash. First one, there is an isomorphism sigma tilde from E to E dash extending sigma. എഫിൽ നിന്നും എഫ് ഡാഷിലേക്കുള്ള ഒരു ഐസോമോർഫിസമാണ് സിഗ്മ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ ഒരു എലമെൻറ്റ് പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ് എഫ് സ്റ്റാർ ഓഫ് എക്സ്. എഫ് സ്റ്റാർ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിഗ്മ സ്റ്റാർ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. ഇയും ഇ ഡാഷും എഫ് ഓഫ് എക്സിലെയും എഫ് സ്റ്റാർ ഓഫ് എക്സിലെയും സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇയിൽ നിന്നും ഇ ഡാഷിലേക്ക് ഒരു ഐസോമോർഫിസം സിഗ്മ ടിൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് എക്സ്റ്റെൻഡിങ് സിഗ്മ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂഫിലേക്ക് വേണ്ടി ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫിന് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇ ഈക്വൽ ടു എഫ് ആയിരിക്കും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഒരു പോളിനോമിയലായിട്ടാണ് നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സിനെ എടുത്തിരിക്കുന്നത്. സോ സ്മോൾ എഫ് ഓഫ് എക്സിന് ലീനിയർ ഫാക്ടറൈസേഷൻ ഉണ്ട്. സ്മോൾ എഫ് ഓഫ് എക്സിന് ലീനിയർ ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സിലെ എഫ് സ്റ്റാർ ഓഫ് എക്സിനും ലീനിയർ ഫാക്ടറൈസേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പറയാം ഇ ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് ആണെന്ന്. നേരത്തെ ഇ ഈക്വൽ ടു എഫ് ആണെന്നും കിട്ടി, ഇ ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് ആണെന്നും കിട്ടി. സോ നമുക്ക് സിഗ്മ ഈക്വൽ ടു, അതായത് സിഗ്മ ടിൽഡ് ഈക്വൽ ടു സിഗ്മ ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇൻഡെക്സ് ഓഫ് ഇ ഈക്വൽ ടു ഇ ഈസ് ടു എഫ് ഈക്വൽ ടു 1ന് ട്രൂ ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇ നോട്ട് ഈക്വൽ ടു എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് ലീനിയർ ഫാക്ടറൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഓഫ് എക്സിലെ ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടറായിട്ടുള്ള പി ഓഫ് എക്സിന് ചൂസ് ചെയ്യാം. എഫ് ഓഫ് എക്സിൽ ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടറായിട്ട് പി ഓഫ് എക്സിനെ ചൂസ് ചെയ്യുന്നു. പി ഓഫ് എക്സിൻ്റെ റൂട്ടായിട്ട് നമ്മൾ ബീറ്റയെ ചൂസ് ചെയ്യുന്നു. പി ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടറാണ് പി ഓഫ് എക്സ്. അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പി ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടായിട്ട് നമ്മൾ ബീറ്റയെ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബീറ്റ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടായിരിക്കും. ബീറ്റ ബിലോങ്സ് ടു ഇ ആണ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് സ്റ്റാർ ഓഫ് എക്സ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സിലെ എലമെൻ്റാണ്, പോളിനോമിയലാണ് എഫ് സ്റ്റാർ ഓഫ് എക്സ്. എഫ് സ്റ്റാർ ഓഫ് എക്സിലെ ഇറെഡ്യൂസിബിൾ ഫാക്ടറായിട്ട് പി സ്റ്റാർ ഓഫ് എക്സിനെ എടുക്കുന്നു. പി സ്റ്റാർ ഓഫ് എക്സിൻ്റെ റൂട്ടായിട്ട് ബീറ്റ ഡാഷ് എടുക്കുന്നു. ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് ഇ ഡാഷിലെ എലമെൻ്റാണ്. ഇനി നമ്മൾ പ്രീവിയസ് ലെമ്മ, കഴിഞ്ഞ ലെമ്മ വെച്ചിട്ട് നമ്മൾ പറയുന്നു ഓരോ ബീറ്റ ഡാഷുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ഐസോമോർഫിസം ഉണ്ട്. അതിനെ നമ്മൾ സിഗ്മ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. സിഗ്മ ക്യാപ്പ് ഫ്രം എഫ് ഓഫ് ബീറ്റ ടു എഫ് ഓഫ് ബീറ്റ ഡാഷ്. എഫ് ഓഫ് ബീറ്റയിൽ നിന്നും എഫ് ഓഫ് ബീറ്റ ഡാഷിലേക്കുള്ള ഒരു യുണീക്ക് ഐസോമോർഫിസമാണ് സിഗ്മ ക്യാപ്പ്. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിഗ്മ ക്യാപ്പ് ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു
ബീറ്റ ഡാഷ് എന്നാണ്. ഇനി ഇയും ഇ ഡാഷും എഫ് ഓഫ് എക്സിലെയും എഫ് സ്റ്റാർ ഓഫ് എക്സിലെയും സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് നമുക്കറിയാം. ഇനി എന്തുവാ, ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫിന് നമുക്ക് ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ഓഫ് ബീറ്റ ഇൻറ്റു ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ബീറ്റ ഈസ് ടു എഫ് എന്ന് എഴുതാൻ സാധിക്കും. ഇതിൽ ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ബീറ്റ ഈസ് ടു എഫിൻ്റെ എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ബീറ്റ ഈസ് ടു എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ഓഫ് ബീറ്റ ലെസ് ദാൻ ഇൻഡെക്സ് ഓഫ് ഇ ഈസ് ടു എഫ് ആണെന്ന് പറയാം. ബൈ ഇൻഡക്ഷൻ there exists sigma tilde from E to E dash extending sigma cap, hence extending sigma. സോ നമുക്ക് ഇൻഡക്ഷൻ വെച്ചിട്ട് പറയാം, അവിടെ ഒരു സിഗ്മ ടിൽഡ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയിൽ നിന്നും ഇ ഡാഷിലേക്ക് ഒരു സിഗ്മ ടിൽഡ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് സിഗ്മ ക്യാപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, അതായത് വിച്ച് എക്സ്റ്റെൻഡിങ് സിഗ്മ ക്യാപ്പ്. സിഗ്മ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തുവാ, സിഗ്മയുടെ എക്സ്റ്റൻഷനാണ്. സിഗ്മയുടെ എക്സ്റ്റൻഷനാണ്. സോ there exists an isomorphism sigma tilde from E to E dash extending sigma. നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി.